ഇന്ന് നമ്മളൊരു മീഡിയം സൈസിലുള്ള ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നൈറ്റി മെറ്റീരിയൽ 290ൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നൈറ്റി മെറ്റീരിയലിൻ്റെ അടിവശത്ത് നിന്നും ഒരു 14 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുക. ഇത് ഫ്രോക്ക് നൈറ്റിയുടെ അടിയിൽ വരുന്ന ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 14 ഇഞ്ചിലുള്ള മാർക്കിങ്. പിന്നെ നമ്മൾ 14 ഇഞ്ചിനെ വീണ്ടും നമ്മൾ രണ്ടാക്കിയിട്ട് 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൂടി ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ മെറ്റീരിയൽ നിവർത്തിയിട്ട് 4ആക്കി മടക്കിയെടുക്കുക. എന്നിട്ട് മീഡിയം സൈസിലുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഷോൾഡർ ഒരു 6 ഇഞ്ച് കൊടുക്കാം. എത്രയാണോ ഷോൾഡർ വെച്ചത് അത് തന്നെ നമുക്ക് ആം ഹോൾ ലെങ്ത്തും 6.5 തന്നെ എടുക്കാം. ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ചെസ്റ്റ് ലൈനാണ്. നീട്ടി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആദ്യം അതിനായിട്ട് ആം ഹോൾ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് പകുതി നമുക്ക് ഒരു 3.25 അവിടെ ഒരു മാർക്കിംഗ് ചെയ്യാം. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു കർവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. നമുക്കൊരു ചെസ്റ്റ് ബോഡി മെഷർമെൻറ്റ് ഒരു 36 ഇഞ്ചുള്ള ആൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 5 ഇഞ്ചാണ് നമ്മൾ ലൂസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് വേസ്റ്റ് ലെങ്ത്ത് ഒരു മീഡിയം സൈസുകാർക്ക് 13 മതിയാകും. ഒരു 13ൻ്റെ അവിടെ നമ്മളുടെ ഒരു വേസ്റ്റ് റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു 5 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് നമ്മൾ ഒരു 9.5 കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ മാർക്ക് ചെയ്യാം. കട്ടിങ് ലൈനാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. സീറ്റിൻ്റെ അവിടേക്ക് നമുക്ക് നല്ലോണം ലൂസ് വേണം. അപ്പോൾ ഞാനൊരു 13 ഇഞ്ചാണ് മീഡിയം സൈസുകാർക്ക് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു കർവ് ലൈൻ കൊടുക്കാം താഴോട്ടേക്ക്. താഴ്വശം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചിൽ മേലെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ. വീഡിയോയിൽ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാനവിടെ കർവ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൈയിൻ്റെ ഇറക്കം ഒരു 6.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഒരു 6.5 ഇഞ്ച് നമുക്ക് തെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മളൊരു 7 ഇഞ്ച് 8 ഇഞ്ചിൽ നമുക്ക് കൈ മാർക്ക് ചെയ്യണം. ഇത് പേപ്പർ കട്ടിങ് ഞാൻ ചെയ്ത് വെച്ചത് കൊണ്ട് അവിടെ അത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നോർമൽ സ്ലീവാണ് വയ്ക്കുന്നത്, ഹാഫ് സ്ലീവ്. നമുക്ക് പഫ് സ്ലീവ് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ വയ്ക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ കട്ട് ചെയ്യാം.
ആ പീസ് നമുക്ക് ബാക്കിലെ കഴുത്തിന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 1.25 ഇഞ്ചിൽ വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. 2 പീസുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കഴുത്ത് മറിച്ചടിക്കാൻ കറക്റ്റായിട്ട് കിട്ടും. സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ക്ലോത്തിന് നമ്മൾ 2ആയിട്ട് മാറ്റണം. ഒന്ന് ബാക്ക് പീസും ഒന്ന് ഫ്രണ്ട് പീസും. സ്റ്റിച്ചിങ് പാർട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.